പിന്നെ എന്നാലും അമ്മോന്റെ കുട്ടിന്റെ കല്യാണമാണല്ലേ, അതില് ഡാൻസ് കളിച്ചാനൊക്കെ മുന്നിക്കാണ് ചാടി കളിച്ച. അതിന്റെ അല്ല, ഓളമ്മാന്റെ ആങ്ങളുടെ വല്യമാന്റെ ആങ്ങളുടെ ഓളമ്മ പറയാ അമ്മോന്റെ കുട്ടിന്റെ. ഉമ്മാനെ കുടുംബത്തിൽ തന്നെയാണ് കെട്ടിച്ചിരിക്കുന്നത്. ഓളമ്മാനെ കുടുംബത്തിക്കാണ്. ഓക്ക് രണ്ടു കൂട്ടത്തിലും എന്താ മൂത്താപ്പി വയ്ക്കാരം, പിന്നെ അമ്മോനും വയ്ക്കാരം. മൂത്താപ്പാന്റെ മകന കെട്ടിയിരിക്കണ, പാപ്പാന്റെ മകന കെട്ടിയിരിക്കണൊക്കെ പറഞ്ഞു. ഓളല്ലേ, ഓളെ വല്യമ്മ ഇവളമ്മ പറയാ. ഓളെ പേരിച്ചറിയില്ല, ഓക്ക് വലിയ പ്രായമൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു ബഹുമാനില്ലാതിരിക്കണോ എന്നൊരു ഡൗട്ട്. എന്താ പറയാ, മുനീറ, അനസ് ഓതിനേക്കായി എത്രയോ പ്രായമുള്ളതാണ്. ചെറിയ 4-5 വയസ്സും മൂത്തതാ മുനീറ, അനസ്, അൻഷിദ്, അജ്ലാന്. നമ്മളുടെ ഒരു രോമ പേര് വിളിച്ച അതൊന്നുമില്ല, ഒക്കെ തന്നെ പേര്. കുഞ്ഞാന്റെ പേര് ഇപ്പൊ എന്താ, അജ്മലല്ലേ? അജ്മല് കുഞ്ഞ. അജ്മൽ ഷാൻ ആരാ? അജ്മൽ ഷാനാ കുഞ്ഞാന്. അൻഷിദ്, അജ്ലാന് കുഞ്ഞാന്. അജ്ലാൻ എവിടെ? അൻഷിദ് പേര് വരാതെ കുട്ടിയുടെ വെറുതെ. അപ്പൊ ഒക്കെ ഒരു പിന്നെ ഒക്കെ പേരാ ചോദിച്ചത്. എന്നിട്ട് ഒരു ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം ചോദിച്ചു അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും. എന്നിട്ട് അപ്പൊ ഓള് നോക്കണോ ഡേറ്റ് ഓഫ് ബർത്ത്, ഞങ്ങളും ഇവിടെ പാർട്ടിയൊന്നും ഉണ്ടാക്കലില്ല. ഓള് അതൊക്കെ കഴിച്ചതാണ്. ഭയങ്കര ഇതാണ്. ഈ കുഞ്ഞിട്ട് വിട്ടേരായിട്ട് ഫോട്ടോ എന്ന് വെച്ചറിയില്ല കേട്ടോ, ഓൻ്റെ അടുത്ത് ഉണ്ടോ എന്താ വെച്ചറിയില്ല. പക്ഷെ ഇവിടുത്തോലെ ആരും ഇല്ല, ഇവിടുത്തോല് പൂർവിത്തോല് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളില്ല. കാട്ടിട്ട് നിന്ന് ഫോട്ടോ ഇട്ട് കുഞ്ഞോളം ഫോട്ടോ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി കുഞ്ഞോളം മാപ്പിൽ നിന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ ഉണ്ട്. കുഞ്ഞോളോട്ട് നിന്നൊരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോകളുണ്ട്. ഓണം ഇപ്പൊന്ന് നിന്ന ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല, ഇതന്നെ ഉള്ളു. എന്താ അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഫോട്ടോ എടുപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ. 3000 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്, 5-6 ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഫോട്ടോസ്. രാത്രി 12 ചാടിച്ചാൻ പോവുക, അതൊക്കെയാണ് അവിടെ പരിപാടി. എല്ലാരും പേരാണ്. മാമന്റെ പേര് മാത്രം കിട്ടിയിട്ടില്ല. മാമന്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇനി പേര് വെച്ചിട്ടേക്കാണ്. എനിക്കെന്നാവോ മറന്നതാന്നാവോ. എത്ര വിളിച്ചല്ലോ. ആരെ? നേഹാവനോ? അല്ല, നീനു കയ്യിലേ നീനുവാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് നീനുവിനെ വിളിച്ച ഒരു കണ്ടുണ്ടെങ്കിൽ ആലോചിച്ചൂടെ. കുഞ്ഞുട്ടി വരുമ്പോ പറഞ്ഞില്ലേമാതിരി ഇതിന്റെ ഇമ്മാരൊരു പൊട്ടത്തരാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ പറഞ്ഞു ഓളൊക്കെ വന്ന് പോയിട്ട് ഞാൻ ഓരോട് പറയും, ഓളോട് ഞാൻ ചാറ്റ് ചെയ്യുമ്പോ ഓൾക്ക് ഒരു ദിവസം വിളിച്ചത്, ഞങ്ങൾ കുഞ്ഞുട്ടിയാണ് ഇവിടെ എല്ലാവരും വിളിച്ചത്. അതിനെ പിന്നെ അനസേന്ന് വിളിച്ചലില്ല പറയണുണ്ടായിരുന്നു.
ഒരു കുഞ്ഞുട്ടി പറഞ്ഞ രസമാണ്. നിങ്ങൾ പറയാൻ കരുതി വെക്കാനിരിക്കുമ്പോ കുഞ്ഞുട്ടിയെ വിളിച്ചു പോലെ പറഞ്ഞു. അപ്പൊ അത് പറയും. അപ്പം പറയും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, മോശമാണ്. നമ്മളമ്മ എന്ത് മോശമായിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ വേറൊത്ത് പറഞ്ഞു കൊടുത്തല്ലേ ഓല് പോലെ കുട്ടികൾ. ഞാൻ പറഞ്ഞു നമ്മളെ ഓരോ കുട്ടിനെ ഒരു നീനോ വിളിച്ചത് ഓല് പറഞ്ഞില്ലേ. എന്താ അതേമാതിരി ഇപ്പൊ നമ്മളെ കുട്ടിനെ മനസ്സാന്ന് കുഞ്ഞുട്ടിയെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു വിചാരിച്ച എന്ത് മോശമായിട്ട്. അപ്പൊ മോക്ക് വലിയത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഇവിടുന്ന് നീച്ചു നിങ്ങൾ ഇവിടെ ജയിച്ചു അത് താത്ത ചിരിച്ചു. അത് ഇതാ വരുന്നത്. ഇപ്പൊ ഉള്ള കാലത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മളെ പേരൊന്നുമല്ല വിളിച്ചത്. കുഞ്ഞുട്ടി എന്താ നമ്മളെ പെരീക്ക് വിളിച്ചെന്ന് വിചാരിച്ചാൽ അതാ വിളിച്ചത്, അല്ലാതെ പേരും വിളിക്കാനും വിളിച്ചത്. അതൊക്കെ മോശമാണ്. അറിയില്ല കുട്ടിമോനെ എന്നല്ല വിളിച്ചത്. ആ കുട്ടിമോനെ അവനവന്റെ പെരീൽ എന്താ വിളിച്ചെന്ന് വിചാരിച്ച അതാണ് കെട്ടിക്കൊണ്ട് പോകത്തും വിളിച്ചത്. അതൊന്നും കെട്ടിക്കൊണ്ടുപോകുമ്പോ ഇവിടെ ഇവരൊക്കെ ഒത്തിയെന്നാട്ടോ വിളിച്ചത്. ആൾക്കാര് നമ്മുടെ പെരീല് ഒത്തിയാണ്. മുസ്ലിമാണ് എല്ലാവർക്കും. കുഞ്ഞുമണിക്കും ബാബുവിനും നബീലും നെയ്മോനതാ. നെയ്മോനെ നെയ്മാണ് പേര്. അതെ നെയ്മോനെ വിളിച്ചാണ്. കോമത്തെ തന്നെയാണ്. അല്ല എന്നെ വിളിച്ചതല്ലോ. ആദ്യം ഉണ്ടായ കുട്ടി മുസ്തഫയാണ്. മരത്തിന്റെ കുഞ്ഞമണിയായി. ആ കുട്ടിയെ നമ്മളെല്ലാവരും അങ്ങനെ പേര് വിളിച്ചു. ഇവര് ആദ്യം അനസ് ആരെ അത് ഓളെ പേര് മൈമൂനെ. ശരി. ഓക്കെ കഴിഞ്ഞു 10 കൂടി കഴിഞ്ഞു. മര്യാദക്ക് വർത്താനം പറയാം. ഈ മര്യാദക്ക് വർത്താനം പറയാത്ത ഒരു എന്താ മടിച്ചുകൊണ്ടുള്ള സംഗതി ഉണ്ടല്ലോ, ആ സംഗതി ഉണ്ടായ ഒന്നും മുന്നോട്ട് പോകില്ല.